ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ അറിയിച്ചു കൊള്ളുകയാണ്. വീണ്ടും ഒരു പ്രഭാതത്തിങ്കൽ ഈ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ നമുക്കായിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഈ ദിവസങ്ങളിൽ നാം ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ടുകൊണ്ട് ഇരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നാം 19 മുതൽ 21 വരെയുള്ളതായ വാക്യങ്ങളെ ആസ്പദമാക്കിയാണ് 19-ാമത്തെ വാക്യത്തിൽ നിന്നാണ് ചില കാര്യങ്ങൾ ചിന്തിച്ചത്. 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ജോസഫ് കംഫോർട്സ് ഈസ് ബ്രദേഴ്സ്, സഹോദരന്മാരെ ആശ്വസിപ്പിക്കുന്ന ജോസഫിനെ ആണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അല്ലെങ്കിൽ വേറൊരു ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹോപ്പ് ഈസ് ഓൺലി പോസിബിൾ ബിക്കോസ് ഓഫ് ക്രൈസ്റ്റ് സഫറിങ് ആൻഡ് ഡെത്ത് ഫോർ യു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടപ്പാടുകളിലൂടെയും അതുപോലെ തന്നെ അവൻ്റെ മരണത്തിലൂടെയും മാത്രമേ നമുക്ക് ആശ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന സത്യത്തെയാണ് ഇവിടെ അറിയിക്കുന്നത്. ഇന്ന് നമുക്ക് അതിൻ്റെ 20-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 20-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. രണ്ട് കാര്യമാണ് ഇവിടെ ജോസഫ് പറയുന്നത്. ഒന്ന് പറയുന്നത്, നിങ്ങൾ ദോഷം എന്നോട് ചിന്തിച്ചു, ദോഷം എന്നോട് വിചാരിച്ചു, അല്ലെ ദോഷമായി നിങ്ങൾ എന്നോട് ചെയ്തു. പക്ഷേ സ്വർഗത്തിൽ വസിക്കുന്ന വലിയവനായ ദൈവം അതെന്ത് ചെയ്തു? അത് നന്മയാക്കി തീർത്തു. മാനുഷികമായ രീതിയിൽ നോക്കുമ്പോൾ ദോഷമാണ്, എന്നാൽ ആത്മീയമായിട്ട് നോക്കുമ്പോൾ അതിലും ജോസഫിന് നന്മ കാണുവാനായിട്ട് സാധിച്ചു. ജോസഫിൻ്റെ ആത്മീകത്വം നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. അല്ലെ വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ പരീക്ഷകൾ സഹിക്കുന്നതിനുള്ള ഒരു പ്രത്യേക മാനസിക അവസ്ഥ നമുക്ക് ജോസഫിൽ നിന്ന് കാണുവാനായിട്ട് സാധിക്കും. തൻ്റെ ജീവിതം മുഴുവനും നശിച്ച രീതിയിൽ ആയിത്തീർന്നു. തൻ്റെ സഹോദരന്മാർ തന്നെ ദ്വേഷിച്ചു, അങ്ങനെ കൊല്ലുവാനായിട്ട് തുടങ്ങി, അടിമക്കാർക്ക് അടിമയായിട്ട് വിറ്റു, കാരാഗ്രഹത്തിൽ പോയി കിടക്കേണ്ടി വന്നു എന്ന് വേണ്ട, അങ്ങനെ പലവിധമായ വൈഷമ്യങ്ങൾ അനുഭവിച്ച ജോസഫ് പറയുകയാണ്, ഇത് നിങ്ങൾ ചെയ്ത ദോഷം മുഖാന്തരമായിട്ടാണ് ഇത് സംഭവിച്ചത്. അത് വളരെ സത്യമാണ്. എന്നാൽ ആ ദൈവം അതിലൂടെയും നന്മ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. നിങ്ങൾ എനിക്ക് വിപരീതമായിട്ട് പ്രവർത്തിച്ചു, എന്നാൽ ദൈവം അത് നന്മയ്ക്കാക്കി മാറ്റി. ഇത് വെറുതെ ഒരു കാൽപ്പനികമായ രീതിയിൽ ജോസഫ് തൻ്റെ സഹോദരന്മാരോട് പറയുന്നതല്ല. അവൻ പറയുന്നത്, നിങ്ങൾ എനിക്ക് ദോഷം ചെയ്തു എന്നുള്ളത് സത്യമാണ്, എന്നാൽ അത് വലിയ സത്യമല്ല. ആ വലിയ സത്യം എന്ന് പറയുന്നത് ദൈവം അത് നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിച്ചു. ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. അതാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയവിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ളതായ എതിർപ്പുകൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ളതായൊരു മാനസിക സ്ഥിതിയാണോ, അതോ നമ്മളോട് എതിര് ചെയ്തവരെ എങ്ങനെയെങ്കിലും ഉന്മൂലനാശം ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് അവരോട് പ്രതികാരം ചെയ്യണം എന്നുള്ളതായ ഒരു മാനസികാവസ്ഥയാണോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്? ഈ ജോസഫിനെ പോലെ ഉള്ള ഒരു മാനസിക അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. നാം ഓരോരോ വിശ്വാസികളും ഓരോരോ ക്രിസ്ത്യാനികളും ഇത് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ വലിയവനായ ദൈവമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ സ്റ്റിയറിങ് കർത്താവിൻ്റെ കയ്യിലാണ്. കർത്താവാണ് നമ്മെ എല്ലാ കാര്യത്തിലും നിയന്ത്രിക്കുന്നത് എന്നുള്ളതായൊരു വസ്തുത നാം മനസ്സിലാക്കണം. അത് ചിലപ്പോൾ
ദുഷ്ടതയായിരിക്കാം, ദോഷമായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ മാനുഷികമായ രീതിയിൽ കാണുമ്പോൾ, എന്നാൽ അതിലൂടെയും ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ദൈവത്തിന് നന്മ ചെയ്യുവാനായിട്ട് സാധിക്കും. ജോസഫിൻ്റെ സമയത്ത് റോമാലേഖനം 8-28 ഒന്നുമില്ല. അവിടെ നാം കാണുന്നത് തന്നിൽ വിശ്വസിക്കുന്നവരും തന്നെ നിർണയപ്രകാരം വിളിച്ചവരുമായവർക്ക് എല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു. അവിടെ പറയുന്നത് എല്ലാം നന്മയിലേക്ക് കൊണ്ടുപോകുന്നുവെന്നാണ്. ഈ വചനം ഇല്ലാതിരുന്ന ഒരു കാലത്ത് പോലും എന്തു ചെയ്തു? ജോസഫ് അത് അംഗീകരിച്ചു. എല്ലാം നന്മയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. ആ ഒരു ഉറപ്പ് തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ആ സത്യം എഴുതപ്പെട്ടതല്ലായിരുന്നെങ്കിൽ പോലും തനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. പക്ഷേ ഇന്ന് നമ്മുടെ കയ്യിൽ അത് എഴുതപ്പെട്ടതായിട്ടുണ്ട്. വളരെ ദുഃഖത്തോട് പറയട്ടെ, ആ സത്യം ഇന്ന് നാം ശരിയായ രീതിയിൽ മനസ്സിലാക്കാത്ത ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ ജീവിതം മനുഷ്യരുടെ കയ്യിൽ അല്ല, നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ കയ്യിലാണ്. ആ ദൈവം നമ്മെ നിയന്ത്രിക്കുകയും അവൻ്റെ മഹത്വത്തിന് വേണ്ടി എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ കരത്തിൽ ആണ് നാം എന്നുള്ളതായ സത്യം ഇവിടെ ജോസഫിൻ്റെ ആ വാക്കുകളിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവൻ്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളൊക്കെയും വന്ന സമയത്തും അവൻ കർത്താവിൽ കൂടുതലായിട്ട് ആശ്രയിച്ചു. പറയുന്നത് അനേകരുടെ ജീവിതത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഇത് ഉതകിയെന്നാണ്. അത് പെട്ടെന്നുള്ള ഒരു കാര്യമായിരുന്നു. അവൻ അവിടെ അയച്ചതുകൊണ്ടാണ് തൻ്റെ കുടുംബത്തെ രക്ഷിക്കുവാനായിട്ട് സാധിച്ചത്. അല്ലെങ്കിൽ ആ ഫാമിനിൽ ആ ക്ഷാമത്തിൽ അവർ മരിച്ചു പോകുമായിരുന്നു. ലോകത്തിലുള്ള ജനങ്ങളെ അവന് രക്ഷിക്കുവാനായിട്ട് സാധിച്ചു. നമുക്ക് പരിശോധനകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമുക്ക് നമ്മുടെ വലിയവനായ ദൈവത്തിൽ, എല്ലാ പരമാധികാരവുമുള്ള വലിയവനായ ദൈവത്തിൽ നമ്മുടെ കാര്യങ്ങൾ നാം സമർപ്പിക്കുന്നവരായിരിക്കണം. ആ കർത്താവിൽ നാം വിശ്വസിക്കുന്നവരായിരിക്കണം എന്നാണ് ഇവിടെ കാണുന്നത്. വീണ്ടും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഗോഡ് ഈസ് സോവറിൻ ഓവർ ഓൾ, ഈവൻ ഓവർ ദ ഈവിൾ തിങ്സ് പീപ്പിൾ ഡു. മനുഷ്യർ തെറ്റായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്താൽ പോലും അതും നമ്മുടെ ദൈവത്തിന് അവൻ്റെ പരമാധികാരത്തിൽ അത് നല്ലതാക്കി തീർക്കുവാനായിട്ട് സാധിക്കും. ഗോഡ് ഈസ് ഗുഡ് ഇൻ എവറിത്തിങ് ഹി ഡസ്. വലിയവനായി ദൈവം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവൻ നല്ലവനാണ്. നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്യത്തുള്ളൂ. നോക്കുക, ഈ ജോസഫിനെ കൊണ്ടുപോയതൊക്കെ ഇവരല്ല വിറ്റത്, പക്ഷേ ദൈവമാണ് അവൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന പലയിടങ്ങളിലും ജോസഫ് വീണ്ടും വീണ്ടും പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. We must trust the sovereign goodness of God in the midst of our trials. നമ്മുടെ പരിശോധനകളുടെ മധ്യത്തിലും നാം എന്തു ചെയ്യണം? ഈ വലിയവനായ ദൈവത്തിൽ നാം ആശ്രയിക്കണം. സർവാധികാരമുള്ള പരമാധികാരമുള്ള വലിയവനായ ദൈവത്തിൽ നാം ആശ്രയിക്കുന്നവരായിരിക്കണം എന്നാണ് ഈ ഭാഗത്തു നിന്ന് നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയ വിശ്വാസികളെ, അങ്ങനെയുള്ള ഒരു ചിന്താഗതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. നാം യാക്കോബിൻ്റെ ലേഖനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ പരീക്ഷകളൊക്കെ അത് സന്തോഷകരമായി തീരട്ടെ എന്നാണ്. സന്തോഷത്തിന് വേണ്ടിയാണ് പരീക്ഷകൾ ദൈവം നമ്മളിൽ തരുന്നത്. ഈ ജോസഫിനെ പോലെയുള്ള ഒരു ചിന്താഗതിയോടുകൂടെ, ഒരു മാനസികാവസ്ഥയോടുകൂടെ
നമ്മുടെയും പരീക്ഷകൾ, എതിർപ്പുകൾ എന്തെല്ലാം വന്നാലും അതിൽ ദൈവത്തിൻ്റെ പരമാധികാരമുള്ള ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശം അതിലൂടെ നിറവേറാനുണ്ട് എന്നുള്ള ചിന്താഗതിയോടുകൂടെ ജീവിതം നയിപ്പാൻ ഈ വാക്കുകൾ മുഖാന്തരം വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.